കർത്താവായ ദൈവമേ ഞങ്ങളെയും ഈ ശുശ്രൂഷ അനേക സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലിരുന്ന പ്രാർത്ഥിച്ച് പങ്കെടുക്കുന്നവരെ ഞങ്ങളെല്ലാവരുടെയും എല്ലാ വിഷയങ്ങളിലും എല്ലാ വിശ്വാസത്തോടും കൂടി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഇതര സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷ കൊള്ളുന്നവര്, വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കുചേരുന്നവര്, യൂട്യൂബിലെയും ഫേസ്ബുക്കിലൂടെയും ശുശ്രൂഷയിൽ പങ്കുചേരുന്നവര്, അവരുടെ നിയോഗങ്ങള്, അവരുടെ ആവശ്യങ്ങള് സമർപ്പിക്കുന്നു. ക്ലാസ്സിലായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ ഈ ശുശ്രൂഷ ഞങ്ങളോടൊപ്പം കേരളത്തിന്റെ എല്ലാ ജില്ലകളിലിരുന്ന ധ്യാനം കൂടുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ ഇന്ന് ലൈവ് കഴിഞ്ഞ് യൂട്യൂബിലൂടെയും രാത്രി പങ്കെടുക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ അവർക്ക് ആശ്വാസവും അരുളപ്പാടും അനുഗ്രഹവും സൗഖ്യവും വിടുതലും ലഭിക്കുന്നതിനായി പൂർണ്ണമായി മാധ്യമങ്ങളെ ഈശോയ്ക്ക് അത് കൈകാര്യം ചെയ്യുന്നവരെ അത് ഉപയോഗിക്കുന്നവർ കർത്താവിന്റെ അടയാളങ്ങള് അനുഭവ സാക്ഷ്യങ്ങള് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഇപ്പോഴ് നെഞ്ചോട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങളെ ഈശോ സുഖപ്പെടുത്തുന്ന സന്ദേശമാണ്. അതുപോലെ തന്നെ കൈകാലിലെ നമ്മുടെ കൈയുടെ ചട്ടങ്ങൾ, ഈ കൈച്ചട്ടങ്ങളുടെ ഉള്ളിലെ അസ്ഥി ഉണ്ടല്ലോ, അസ്ഥി പഞ്ചരമോ, അപ്പോൾ ഈ കൈയുടെ ചട്ടമാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ആ കൈച്ചട്ടങ്ങളിൽ ശോഷിക്കുന്നവരുണ്ട്. എല്ല് അകത്തുള്ള എല്ല് ശോഷിച്ച് പോയിട്ട് ബലം കുറയുന്നവരുണ്ട്. തന്നെയല്ല, ഭയങ്കര ഊത്തലും വേദനയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നെഞ്ചിനുള്ളിലെ വേദന, നെഞ്ചിനുള്ളിലെ മുഴ, അത് പുരുഷനും സ്ത്രീയും ഉൾപ്പെട്ടതാ. നെഞ്ചിനുള്ളിലെ വേദന, നെഞ്ചിനുള്ളിലെ മുഴ, ആ നെഞ്ച് വേദനയും നെഞ്ച് രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെ ഉള്ളവർ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ശക്തമായി ശ്രുതിയുടെ നെഞ്ചിലുള്ള വേദനയെ സൗഖ്യപ്പെടുത്തുന്ന തന്നി പറയുന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഇപ്പോഴും നെഞ്ച് വേദന ഉള്ളവരെ, ശ്വാസകോശത്തെ മുഴ ഉള്ളവരെ, ബ്രസ്റ്റ് ക്യാൻസറുകാരെ ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പൊട്ടുന്നത് പോലുള്ള വേദനയുള്ളവരുണ്ട്. അവിടെ തല പൊട്ടുന്ന സ്ഥലത്ത് അതെന്ത് രോഗമായാലും, തലവേദനയ്ക്ക് മൂലകാരണങ്ങളായാലും, ആ തലവേദനയോട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അച്ഛൻ കാണിക്കുന്ന പോലെ വലത് കണ്ണിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കനിവാർന്ന് പ്രാർത്ഥിക്കുന്നതായി എല്ലാ ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ജില്ലകളിലും ഇരുന്നുകൊണ്ട് ഈ പ്രോഗ്രാം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ ഇപ്പോഴ് ബ്ലീഡിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അണ്ടാശയങ്ങൾ, അണ്ടാശയത്തിൽ സിസ്റ്റ്, അതുപോലെ തന്നെ ബ്ലീഡിങ്, രക്തം പോക്ക്, ഇങ്ങനെ രക്തവാർച്ച,
അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും സുഖപ്പെടാൻ ഊടിന് താഴെ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ ദേശാന്തരങ്ങളിലും ഇരിക്കുന്നവരെ, ഇപ്പോഴും ഊടിൻ്റെ ഉദരവേദന ഉള്ളവരെ, ഉദര രോഗമുള്ളവരെ, ഫിസ്റ്റുല രോഗങ്ങള്, അരിസസ് രോഗങ്ങള്, ബ്ലീഡിംഗ് രോഗങ്ങള്, മക്കൾ ഇല്ലാത്ത അവസ്ഥകള്, യേശു ക്രിസ്തു നാമത്തില്, യേശു ക്രിസ്തു ഉന്നതമായ നാമത്തില്, ഉദര രോഗങ്ങള്, അടിവേദന വേദനകള് യേശു നാമത്തിൽ പൂർണ്ണമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് മാറിപ്പോട്ടെ. എഴുതുന്ന 3 വിരലുകള്, അതായത് നടുവിരല്, ചൂണ്ടുവിരല്, തള്ളവിരല്, ഈ 3 വിരൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. നമുക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതുന്ന 3 വിരലുകൾ ഇടത് കൈ കൊണ്ട് കർത്താവിന് സമർപ്പിച്ചു കൊടുക്കുക. പരീക്ഷ എഴുതുന്ന 3 വിരലുകൾ, നിങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുന്ന 3 വിരലുകൾ ഓർത്തുകൊണ്ട് ഇടത് കൈകൊണ്ട് വിരൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, 3 വിരലുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 3 വിരലുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന 3 വിരലുകൾ കർത്താവേ, ആ വിരലുകളെ സ്പർശിക്കണമേ കർത്താവേ. അവരെ ആശീർവദിക്കണമേ കർത്താവേ. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കണം കർത്താവേ. പഠിക്കുന്ന മനസ്സ് പതിഞ്ഞു നിൽക്കണമേ കർത്താവേ. കർത്താവ് മനസ്സ് പതിഞ്ഞു നിൽക്കണമേ കർത്താവേ. മനസ്സ് പതിഞ്ഞു നിൽക്കുന്ന കർത്താവേ, പരീക്ഷ പതിവെടുപ്പ് കർത്താവേ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ വളരെ രസകരമായ ഒരു സാക്ഷ്യം ഇവിടെ ഒരു സഹോദരി പറഞ്ഞു. അത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർത്തു വരാൻ കാരണം ആ രീതികൾ വിശ്വാസത്തിൻ്റെ ഒരു രീതിയാണ്. അതായത് ഒരു മോള് സാക്ഷ്യം പറഞ്ഞ ഇതാണ്, അവളുടെ അപ്പൻ ഭയങ്കരമായിട്ട് പുകവലിക്കണയാളാണ്, പക്ഷെ നല്ല മനുഷ്യനാണ്. അപ്പോൾ ഈ പുകവലി അവിടെ അവർക്കൊരു പൊടിക്കുഞ്ഞുണ്ട്. അപ്പോൾ ഈ പുകവലിക്കണ കാരണം കുഞ്ഞിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞ് തുമ്മാനും ചുമക്കാനും ഒക്കെ തുടങ്ങും. അപ്പം അതിൻ്റെ കുഞ്ഞ് ശ്വാസകോശത്തിലേക്കല്ലേ ഈ പുക ചെല്ലണ കാരണം. അവൾക്ക് അപ്പനോട് പറയും, പക്ഷെ അപ്പൻ അത് കേൾക്കുകയും ചെയ്യും. പക്ഷെ പിന്നെ രാത്രിയാകുമ്പോൾ പ്രശ്നമാവും. എന്താ, രാത്രി പുറത്തേക്ക് പോകാൻ പറ്റും. പകലൊക്കെ അപ്പനോട് പറഞ്ഞ അപ്പൻ കുഞ്ഞിനെ അവളെയും പ്രതി പുറത്തേക്ക് പോയിട്ട് വലിച്ചിട്ട് വരും. പക്ഷെ വലിക്കൽ മാറ്റാൻ പറ്റണില്ല, ഭയങ്കര വലിയ. അപ്പോൾ എന്നാ ചെയ്യും? അപ്പൻ രാത്രി വലിക്കാതിരിക്കുമ്പോൾ അപ്പനാകപ്പെടെ മൂടോട്ടായി വല്ല ഡിപ്രഷനായിട്ട് അവസാദമായിട്ടൊക്കെ ഇരിക്കും. അതവൾക്ക് സങ്കടമാണ്. പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അവളുടെ നാത്തൂൻ്റെ രഹസ്യമായിട്ട് പറഞ്ഞു, നീ ചെന്ന് അമ്മയോട് പറഞ്ഞ് ഉടമ്പടി ചെയ്താൽ മതി. അപ്പോൾ ആരോടും പറയാതെ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ല, വീട്ടുകാർക്ക് ഉടമ്പടി അറിയത്തില്ലല്ലോ. അറിയാവുന്നവർക്ക് പ്രശ്നമില്ല, അറിയാൻ പാടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്നാ ഉടമ്പടി, എങ്ങനെയാണ് ചെയ്യണത്, അതുകൊണ്ട് എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ആരോടും പറയാതെ രഹസ്യമായിട്ടാണ് ഇവിടെ വന്ന് അവർ ഉടമ്പടി ചെയ്തത്. ഉടമ്പടി ചെയ്ത് ഒരു 4-5. അപ്പോൾ ഈ അപ്പായ്ക്കുള്ള പ്രശ്നം വെച്ചാൽ എനിക്ക് ആ സാക്ഷി ഇഷ്ടപ്പെടുകൊണ്ട് ഞാനിപ്പോൾ അത് പറയാൻ കാര്യം. അപ്പായ്ക്കുള്ള ഒരു പ്രശ്നം, അപ്പായി എപ്പോഴും ചുമച്ചുകൊണ്ടേയിരിക്കും. അതും ഒരു ഡിസ്റ്റർബൻസ് ആണ് ശരിക്കും. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരാൾ ചുമച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലേ. അപ്പോൾ അതുപോലെ പക്ഷേ ഒരു 4-5 ദിവസമായിട്ട് അപ്പ ചുമക്കണില്ല. അപ്പം അമ്മയോട് മരുമോൾ ചോദിച്ചു, അമ്മ അപ്പ ഇപ്പം ചുമക്കണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേ അമ്മ പറഞ്ഞു, അപ്പ നവംബർ 23-ാം തീയതി പുകവലി നിർത്തി മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ കരഞ്ഞു പോയി പെട്ടെന്ന്. കാര്യം എന്താ, നവംബർ 24-ാം തീയതിയാണ് ഇവൾ ഉടമ്പടി എടുത്തത്. പക്ഷേ 23-ാം തീയതിയാണ് അവൾ തീരുമാനമെടുത്തത്. എന്താണ്? ഉടമ്പടി എടുക്കാമെന്ന്. ആ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനമെടുത്ത ആ സമയത്ത്, കാര്യം നമ്മളുടെ തീരുമാനം, ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനം എടുക്കുമ്പോഴേ അമ്മയ്ക്കതറിയാം ശരിക്കും നിങ്ങളത് ചെയ്യുമെന്നും സത്യസന്ധമായിട്ട് ചെയ്യും. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കണവരെ അമ്മക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങളുടെ സത്യസന്ധത അമ്മയ്ക്കറിയാം. ഇത് ഒരു ഗുണവുമാണ് ഒരു ദോഷവുമാണ്. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയാലും അതാണ്. അത് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം, നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചിട്ട്
അമ്മയ്ക്കറിയാം ഇത് കുറച്ച് കഴിയുമ്പോൾ ഉഴപ്പാനുള്ള പരിപാടിയാണ്. ഒന്നുമില്ലെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെങ്കിലും ഉഴപ്പും. എന്താ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കറക്റ്റ് 6 മണിക്ക് തീരേണ്ടതാണ്. 5:30ക്കും 6 മണിക്കും ഉള്ളിലുള്ള പ്രെയറാണ്. 6:05 അച്ഛൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം അത് അച്ഛന് തന്നിരിക്കുന്ന ഡിസിഷൻ വിവേചന അധികാരത്തിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ദിവസം ആ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ തുടങ്ങണത്. നമ്മൾ താമസിച്ച് എഴുന്നേൽക്കും തോറും പിന്നെ എല്ലാം ഡിസോർഡറാകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഉടമ്പടി നമ്മുടെ ജീവിതം വരെ ക്രമീകരിക്കും, പുതുതായിട്ട് കൊണ്ടുവരും. ഇപ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവത്തില്ലേ, അത്ര കണ്ട് കൃത്യമായിട്ടാണ് അമ്മ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇപ്പോൾ വരുന്നൊരു വിഷയമെന്ന് പറയണത്, ഇപ്പം നമ്മൾ എൻ്റെ മക്കളെ തീരുമാനമാണ് ഒരു പ്രശ്നം. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനമാണ്. ഉടമ്പടിയും തന്നെയല്ല മക്കളെ, ദൈവാനുഗ്രഹത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മർമ്മം എന്ന് പറയുന്നത് തീരുമാനമാണ്. തീരുമാനം. നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം, നല്ലതാണ്. നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് എന്താണെന്നറിയാവോ? ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കണത് 23-ാം തീയതി, ഉടമ്പടി എടുക്കണത് 24-ാം തീയതി. അപ്പോൾ അവിടെ നിന്നൊരു ഗുണമെന്ന് പറയണത് 23 പറഞ്ഞാലും 24 പറഞ്ഞാലും ഇനി നവംബർ 19 പറഞ്ഞാലും ഭൂതമെന്ന് പറഞ്ഞാലും വർത്തമാനം എന്ന് പറഞ്ഞാലും ഭാവി എന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് ഒരേ സമയമാണ്. അമ്മയ്ക്ക് തന്നെയല്ല, ദൈവത്തിന് ഒരേ സമയമാണ്. എന്താ കാര്യം? ദൈവത്തിന് ഭൂതമില്ല, ഭാവിയുമില്ല, വർത്തമാനത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു തീരുമാനം എടുത്താൽ അത് മുൻകാല പ്രാബല്യത്തോടെയാണ് നടപ്പിൽ വരുന്നത്. അതെപ്പോഴും ഓർക്കണത്. കാര്യം ദൈവത്തിന് ഭൂതമില്ലാത്ത കൊണ്ടാണ് വരണത്. ഇപ്പോൾ ഒരു തീരുമാനം നീ എടുത്തെന്ന് വിചാരിച്ചു, അപ്പോൾ നിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിനക്കിപ്പോൾ ഒരു അനുതാപം ഉണ്ടായി. കാര്യം നിനക്കൊരു അബോർഷൻ സംഭവിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ നീ 5 കൊല്ലം കഴിഞ്ഞാണ് നിനക്കതിന് അനുതാപം ഉണ്ടായത്. കർത്താവിൻ്റെ വചനവും സ്നേഹവും അനുഭവിച്ചപ്പോഴാണ് പണ്ട് 22-ാമത്തെ വയസ്സിലോ 24-ാമത്തെ വയസ്സിലോ ഒരു അബോർഷൻ ഉണ്ടായതിനെക്കുറിച്ച് നിനക്ക് ഈ 52-ാമത്തെ വയസ്സിലാണ് ഒരു അനുതാപം ഉണ്ടായെന്ന് വിചാരിച്ചോ. പക്ഷേ ആ അനുതാപം ആക്ടിവേറ്റ് ചെയ്യും. ഇത് പണ്ടത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പണ്ടത്തെ കാര്യം ഇല്ലല്ലോ. ദൈവത്തിന് ഒരു സമയമല്ലേ ഉള്ളൂ. അപ്പോൾ നീ അനുദപിക്കുന്നുണ്ടെങ്കിലും ദൈവം പഴയ കാലത്ത് നിൻ്റെ 22-ാമത്തെ വയസ്സിൽ അറിഞ്ഞോ അറിയാതെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് വന്നുപോയ അപരാധത്തിൻ്റെ മേൽ ഇപ്പം നിനക്ക് അനുതാപം ഉണ്ടെങ്കിൽ നിനക്ക് ആന്തരികമായ പാപക്ഷമ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവമായിട്ട് ബന്ധപ്പെടുമ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ സമയത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അനുതാപം ഉണ്ടാകരുത്. അനുതാപം അറിയാമല്ലോ, അനുതാപം ഒന്നിപ്പോൾ നോൻപ് കാലമാണല്ലേ. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാശയമല്ല, സങ്കല്പമല്ല, ഒരു തീരുമാനമാണ്, ഇല്ലേ? ധൂർത്തപുത്രൻ എന്നാ ഒരു തീരുമാനമല്ലേ എടുത്തത്? ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും എന്നല്ല തീരുമാനിച്ചത്. പക്ഷെ പോകും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാവിയാണ്. പക്ഷെ അത് ആക്ടിവേറ്റ് ചെയ്യണത് എന്താ? ദൈവം കൗണ്ട് ചെയ്യണത് എന്താണ്? പോയതുപോലെയാണ്. അതാണ് വിഷയം. ഇപ്പോഴേ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം ഒരു 16-15 വാക്യങ്ങൾ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അവന് പാപക്ഷമയായി. എന്താ കാര്യം? പോകുമെന്ന് പറയുന്നത് ഭാവി സംഭവിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും വീട്ടിൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തണത്. പക്ഷേ ഈശോ അത് കൗണ്ട് ചെയ്യണത് അവൻ തീരുമാനമെടുത്ത്. അപ്പം നിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നിൻ്റെ ഭാവിയല്ല, നിൻ്റെ വർത്തമാനം തന്നെയാണ്. നീ എപ്പോൾ തീരുമാനമെടുക്കുന്നു അപ്പം മുതൽ നിനക്ക് അനുഗ്രഹം തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നീ അനുതാപ മേഖലയിൽ എപ്പോൾ നീ തീരുമാനമെടുത്തോ? ഇപ്പം സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് നടക്കാതെ വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് വന്ന്. ഇപ്പോൾ ഒരു മകൻ്റെ റാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ്. കാരണം ഇന്ത്യയിൽ ഒരു സീറ്റേ ഉള്ളൂ. ആ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പണം കൊടുക്കാനാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. അത് അമ്മയ്ക്കില്ലാത്ത കൊണ്ട് അവനത് യോഗ്യനാണെന്ന് അമ്മയ്ക്ക് തോന്നിയത് കൊണ്ടും അമ്മ പറഞ്ഞു, ഞാൻ അവൻ്റെ പരീക്ഷ വന്നപ്പോൾ എല്ലാ തരത്തിലും എന്നെ നവീകരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. അതല്ലേ അതിൻ്റെ അത് ആ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഭയങ്കരമായിട്ട്.
അതെ, എല്ലാ തരത്തിലും എന്നെ ഞാൻ നബി. അപ്പോൾ അവർ ദൈവത്തെ കണ്ടതുപോലെയാണ്, കാണുന്നത് പോലെയാണ് ആ തീരുമാനം എടുക്കുന്നത്. ക്ഷമിക്കേണ്ട പാട്ട് ക്ഷമിച്ചു, സഹിക്കേണ്ട പാട്ട് സഹിച്ചു. നമുക്കൊക്കെ എന്നാ ഇപ്പോൾ നമുക്ക് സഹിക്കാനൊരു വ്യക്തിയെ കിട്ടുമെന്ന് വിചാരിച്ചോ? ഇല്ലേ? മുൻപ് കാലത്ത് ശ്രദ്ധിക്കണേ, നമുക്ക് സഹിക്കാൻ ഒരു വ്യക്തിയെ കിട്ടിയെന്ന് വിചാരിച്ചോ? അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ കിട്ടിയെന്നതിൻ്റെ അർത്ഥം. നമുക്ക് സഹിക്കാൻ ഒരു വ്യക്തി, ചിലപ്പോൾ നിൻ്റെ ഒരു നന്മയും ഒരിക്കലും അംഗീകരിക്കാത്ത വ്യക്തികളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ അയൽവാസിയാകാം, ചിലപ്പോൾ അമ്മയാകാം, ചിലപ്പോൾ അമ്മയാകാം, ചിലപ്പോൾ മരുമോളാകാം. അമ്പിനും വില്ലിനും അടുക്കത്തില്ല, ഒന്നും ഏക്കത്തില്ല. നമ്മൾ എത്ര ചങ്ക് തുറന്ന് കാണിച്ചാലും പറയും കള്ളത്തമാണെന്ന് പറയും, ഒന്നും അംഗീകരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇവരിത് സഹനമായിരിക്കും, ഇത് മരണം വരെ എത്ര കാലമായിരിക്കും, പണ്ടാരും ചത്താൽ മതിയായിരുന്നു എന്ന് അറിയാതെങ്കിലും പ്രാഗി സങ്കടപ്പെട്ടു പോകും. മക്കളെ, ഇനി സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ എന്തെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കർത്താവിന് നമ്മളൊരു നേർച്ച ഉണ്ടാകണം. എന്താ നേർച്ച എന്ന് പറയണത്? കർത്താവ് മാത്രം ഉപയോഗിക്കാൻ പറ്റിയത്. എന്താ കാര്യം? യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ, അങ്ങനെ വചനമില്ലേ? 1 കൊളോസ്യൻസ് 1:24 എന്താ പറയണത്? ഒന്ന് പറഞ്ഞേ. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിൽ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിലെ സംവഹിക്കുന്നു. അപ്പം ശരീരത്തിൽ മാത്രമല്ല, മനസ്സിലും സംവഹിക്കാൻ പറ്റും, ഇല്ലേ? ചില വേദനയൊക്കെ മനസ്സിലാണല്ലോ ഉള്ളത്, ശരീരത്തിൽ കാണത്തില്ല. നോക്കിയാൽ ചെറിയായിട്ടും പരിവായിട്ടും ഗുരുവായിട്ടും ഒന്നും കാണത്തില്ല, പക്ഷേ മനസ്സിലും മുറിവായി കിടക്കും. ചിലപ്പോൾ നമ്മളെ താത്തിക്കെട്ടിയതാകാം, ചിലപ്പോൾ നമ്മളെ കൊച്ചാക്കിയതാകാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് തക്ക സമയത്ത് വട്ടം ചവിട്ടി ഒടിച്ചു കളഞ്ഞതാകാം. ചിലപ്പോൾ നമ്മുടെ ഉയർച്ചയെ കാര്യക്ഷമമായിട്ട് ചില ഒറ്റുവർത്തമാനങ്ങളിലൂടെയും ചില അവഗണനയിലൂടെയും തക്ക സമയത്ത് വേണ്ട തീരുമാനം എടുക്കാഞ്ഞതിൻ്റെ പേരിൽ ചിലർ നിങ്ങൾ ചോദിക്കത്തില്ലേ, ഞാനിന്ന് എവിടെ ഇരിക്കേണ്ടതായിരുന്നു, അപ്പൻ അങ്ങനെ ഒരു തീരുമാനം ഒന്ന് എടുത്തിരുന്നെങ്കിൽ ഇപ്പം അപ്പനും അനുഭവിക്കണില്ലേ? അപ്പന്മാരോടും അമ്മമാരോടൊക്കെ സംസാരിക്കുമ്പോഴേ അന്ന് ഞാൻ ചോദിച്ചതല്ലേ ഒരു ലോൺ എടുക്കാൻ വേണ്ടി പറമ്പൊന്ന് ഈട് വെക്കുവാന്ന്, തന്നില്ല. നിങ്ങൾ തന്നിരുന്നെങ്കിൽ അത് വെച്ച് കയറിപ്പോയിട്ട് എനിക്ക് മറ്റുള്ളവരെയും ഒക്കെ കൈ പിടിച്ച് കൊണ്ടുവരാമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സംശയമായിരുന്നു, നിങ്ങൾക്ക് അനിയനോടായിരുന്നു സ്നേഹം, നിങ്ങൾക്ക് ചേട്ടനോടായിരുന്നു സ്നേഹമെന്നും പറഞ്ഞ്. മക്കളെ, ഇനി ഈ ഡയലോഗുകളെല്ലാം നിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവാണ് ഈ കാണിക്കണത്. അപ്പം നീ ചിന്തിക്കണം, ഇനി അമ്മയോട് നീ സംസാരിക്കണ്ട, അങ്ങനെ ഇനി അപ്പനോട് നീ അങ്ങനെ സംസാരിക്കണ്ട, നീ ആരോടും ഇനി അങ്ങനെ സംസാരിക്കണ്ട. നീ സംസാരിക്കേണ്ട ഇത്രയേ ഉള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മയായിരുന്നു അതെൻ്റെ ഹൃദയത്തിൽ ഞാൻ സംവഹിക്കുന്നു. ഒന്ന് പറഞ്ഞേ, യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിൽ വന്ന പോരായ്മ എൻ്റെ മനസ്സിൻ്റെ വേദനയായി ഞാൻ കാഴ്ചയായി സമർപ്പിക്കുന്നു. കാഴ്ചയായി സമർപ്പിച്ചോ? ഇനി ചോദിക്കരുത്, ഇനി അത് ആവർത്തിക്കരുത്. കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിച്ച് വണങ്ങുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 കർത്താവേ, എൻ്റെ പോരായ്മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ കുറവുകളെ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഈശോയ്ക്ക് കൊടുക്കുക. നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ എന്നാ പറ്റുമോ? നമ്മൾ ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകും, ഇല്ലേ? പണ്ടുകാലം ദൈവതിരുസന്നിധിയിൽ സമ്പത്ത് ശേഖരിക്കുന്ന കാലമാണ്. അതാണ് കർത്താവ് പറയുന്നത്, ദൈവതിരുസന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി എന്ന് പറയത്തില്ലേ? 12:21 ലുക്കായുടെ വിശുദ്ധ ലുക്കായുടെ സുവിശേഷം. അപ്പോഴേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്താ? ദൈവതിരുസന്നിധിയിൽ എന്താണ്? ദൈവം മൂല്യം കൊടുക്കുന്ന കാര്യങ്ങൾ,
അതാണ് ദൈവതിരുസന്നിധിയിലെ സമ്പത്ത്. ദൈവം എന്തിനാ മൂല്യം കൊടുക്കണത്? ദൈവത്തിന് ശരീരമില്ലല്ലോ, ശരീരത്തിലെ വേദന ഇല്ലല്ലോ. അപ്പം ദൈവത്തിൻ്റെ ഇല്ലായ്മ ആണ് ശരീരം എടുക്കുന്നതിന് ഈശോയ്ക്ക് പ്രേരണ ആയത്. അതാണ് പ്രശ്നം. ദൈവത്തിന് ഇല്ലാത്ത കാര്യം എന്നാ? ദൈവം ആത്മാവല്ലേ, 4:24 യോഹന്നാൻ. അതുകൊണ്ട് ആത്മാവിന് വേദന ഉണ്ടാകത്തില്ലല്ലോ. അതുകൊണ്ടാണ് ദൈവം ശരീരം എടുക്കേണ്ടി വന്നത്. ശരീരം മാത്രമല്ല, റോമ 8:3 എന്താ പറയണത്? റോമ 8:3 എന്നാ പറയണത്? അവൻ പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഒന്ന് പറഞ്ഞേ. അവൻ പാപത്തിന് ശരീരത്തിന് ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ സ്വയം മേടിച്ചതാ. അപ്പം ഇടയ്ക്ക് നമ്മളൊരു ശിക്ഷ സ്വയം മേടിക്കണത് നല്ലതാ. നോൻപ് കാലം എന്ന് പറയണത് ശിക്ഷ മേടിക്കണ കാലമാണ്. ആരുടെ പേരിൽ? കർത്താവിൻ്റെ പേരിൽ. കർത്താവിൻ്റെ പേരിൽ നിനക്കിപ്പോൾ ശിക്ഷ പലരും നീ മേടിക്കണുണ്ട് ഇല്ലേ? അയൽവാസികളുടെ ശിക്ഷ മേടിക്കുന്നുണ്ട് ചില ആൾക്കാർ. വഴിവിടത്തിലല്ലോ. ഒരപ്പത്തിന് ഇന്നാൾ സാക്ഷ്യം പറഞ്ഞ് എന്നാ പറഞ്ഞെന്നറിയാവോ? എൻ്റെ അച്ഛ ഉടമ്പടി എടുത്തിട്ട് 2 കൊല്ലമായി. അച്ഛൻ പറഞ്ഞത് 2-3 കൊല്ലം എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 2 കൊല്ലമായപ്പോൾ ഇത് വഴിയില്ല. അങ്ങർക്ക് ആ വീട്ടിലോട്ട് വരാൻ വഴിയില്ല. വഴി ഇല്ലാത്തതല്ല പ്രശ്നം. ഉള്ള വഴിയിൽ കുപ്പിച്ചിലൊക്കെ ഇട്ടിരിക്കുകയാണ്, കൈത പോലെ. അയൽവാസികൾ ചെയ്ത പരിപാടിയാണ്. അതുകൊണ്ട് നടക്കാനും പറ്റണില്ല. അങ്ങനെ എടുക്കാൻ കാര്യം, കുപ്പിച്ചിലിടാൻ കാര്യം എന്താണെന്ന് അറിയാവോ? അവരൊരു ബൈക്ക് എടുത്തു. അവിടുത്തെ വീട്ടിലെ മോൻ ഒരു ബൈക്ക് എടുത്തു. അപ്പോൾ ബൈക്ക് ഇവർ കൊടുത്ത ഈ ഇടുക്ക് വഴിയിലൂടെ കൊണ്ടുവരുമ്പോൾ ഹാൻഡിൽ 2 വെയിലും മുട്ടും. അപ്പോൾ അവരെന്ത് ചെയ്ത്, അവർ ബൈക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി, ബൈക്ക് അകത്തോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അവിടെ കുപ്പിച്ചില്ലിട്ട്. അപ്പോഴാണ് അയാൾ അങ്ങനെ ഉടമ്പടി ചെയ്തത്. അപ്പോൾ ഉടമ്പടി ചെയ്തപ്പോഴും അവരുടെ സ്ഥലമാണ്, ആ വീട്ടുകാരുടെ, ഇവരുടെ സ്ഥലമല്ല, അവരുടെ സ്ഥലമാണോ. അവർ നടക്കാനൊരു അനുവാദം കൊടുത്തതാണ് വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ആധികാരികമായിട്ട് കുപ്പിച്ചിലൊക്കെ എടുത്തിടുന്നത്. അവർക്ക് ക്രിസ്ത്യമായ സ്നേഹമില്ലാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്യണത്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ദൈവസ്നേഹം കുറയുമ്പോൾ അങ്ങനെ ദൈവസ്നേഹം കുറഞ്ഞിരിക്കത്തില്ല, ലോകസ്നേഹം കൂടിക്കൊണ്ടിരിക്കും, പൈശാചിക സ്നേഹം കൂടും. നമുക്കിങ്ങനെ ദൈവസ്നേഹം കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. ദൈവസ്നേഹം കുറഞ്ഞാൽ ഉടനെ പൈശാചിക സ്നേഹം കൂടും. ഇപ്പം ആ കുപ്പിച്ചിൽ കൊണ്ടൊന്നും ഇട്ടത് എന്താണ്? അവർക്ക് ദൈവസ്നേഹം ഇല്ലാത്ത കൊണ്ട് മാത്രമല്ല, പൈശാചിക സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ്. എന്താ അച്ഛൻ അങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, അല്ലേ? യോഹന്നാൻ 10:10. അപ്പോൾ കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യണത്, ഇപ്പോൾ സൽപ്പേരായാലും ഉപ്പുച്ചില്ല് വെച്ച് നമ്മുടെ കാല് മുറിച്ചാലും നശിപ്പിക്കുന്ന പരിപാടിയല്ലേ? അതെന്താണ്? കള്ളൻ്റെ പരിപാടിയാണ്. ആരുടേതാണ്? സാത്താൻ്റെ പരിപാടിയാണ്. അപ്പോൾ ദൈവസ്നേഹം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവസ്നേഹം കുറഞ്ഞു എന്ന് മാത്രമല്ല പ്രശ്നം. എന്താണ്? പൈശാചിക സ്നേഹം കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉടമ്പടി കുറേ നിബന്ധനകളുള്ളത്. എന്താ നിബന്ധനകളുള്ളത്? ഉടമ്പടി ഇപ്പോൾ ഈശോ തന്നെ ഒരു ഉടമ്പടി ചെയ്തില്ലേ? ഈശോ എന്നാ ഉടമ്പടി ചെയ്തത്? ഒരു പുതിയ ഉടമ്പടി ചെയ്ത് ഇല്ലേ? ഈശോൻ്റെ പുതിയ ഉടമ്പടിയുടെ പേരെന്നാ? പരിശുദ്ധ കുർബാന. പക്ഷേ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും ആ ഉടമ്പടിക്ക് മുമ്പും നിബന്ധന വെച്ചിട്ടുണ്ട് ഈശോ. എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്ക് ഒരു നിബന്ധന ഉണ്ടായിരുന്നു. നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധി പ്രാപിക്കാൻ ആദ്യം പറയും. അത് കഴിഞ്ഞിട്ടാണ് വാഗ്ദാന പ്രകാരം സന്താനവും സ്ഥലവും കൊടുക്കുന്നത്. മോസസിൻ്റെ ഉടമ്പടിക്ക് ഒരു നിബന്ധന ഉണ്ടായിരുന്നു. എന്താണ്? ഒരു നിബന്ധന അല്ല, 10 നിബന്ധന. എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, അല്ലേ? മാതാപിതാക്കന്മാർ ബഹുമാനിക്കണം, കൊല്ലരുത്, വിചാരം ചെയ്യരുത്, അങ്ങനെ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അങ്ങനെ 10 നിബന്ധനയാണ് വെച്ചിരിക്കുന്നത്. എന്താ? അതുകൊണ്ട് നേടേണ്ട ടാസ്ക് ആൻഡ് ടാർഗറ്റ് ഹെവിയാണ്. കാര്യം എന്താണ്? വാഗ്ദാനം നാട് ഒരു രാജ്യം മേടിക്കേണ്ടതാണ്. ഒരു ദേശം കിട്ടിയാൽ പോരാ. എബ്രഹാത്തിനൊരു ദേശം കിട്ടിയാൽ മതിയായിരുന്നു. മോസസിന് 12 ഗോത്രങ്ങൾ കുടിയിരിക്കാൻ വേണ്ടി ഒരു രാജ്യം കിട്ടണം. പിന്നെ എന്താ? കുറേ പ്രശ്നങ്ങൾ. ജെറിക്കോ പൊടിക്കണം, ജോർദാൻ വറ്റിക്കണം. അപ്പം അതുകൊണ്ട് നിബന്ധന കൂടും. മക്കളെ,
എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ടാർഗറ്റുകൾ കവർ ചെയ്യണില്ല എന്ന് കണ്ടാൽ നിങ്ങൾ നിബന്ധനയോട് കർക്കശപ്പെട്ടാൽ മാത്രം മതി. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ OIT എഴുതി, നമ്മൾ ഉടമ്പടി എടുത്തിട്ടും ഇപ്പോൾ 90% പേരും OIT IELTS എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം OIT പരീക്ഷ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആർക്കെങ്കിലും അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടും ഇപ്പം നേരത്തെ റൈറ്റിങ്ങും റീഡിങ്ങിന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഹിയറിങ് പോയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചില്ലേ? നീ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചില്ലേ? ഇപ്പോൾ വേറെ ഒരു സബ്ജക്റ്റാണല്ലോ, മൊഡ്യൂളാണല്ലോ പോയത്. ഇപ്പോൾ എന്നാ ചെയ്യുമെന്ന് വിചാരിച്ചാൽ മക്കൾ ഒന്നും ചെയ്യണ്ട, ബി കറേജിയസ്. നിങ്ങളെ നിബന്ധന ഒന്നൊരു കർക്കശമാക്കണം. വേറെ കണ്ട ഒരു നിബന്ധന കൂടി, അതായത് 1-2 പാപം കൂടി നോക്കിയിട്ട് അതിൻ്റെ കൂടി അങ്ങോട്ട് വെറുത്ത് ഉപേക്ഷിച്ചേക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം ടാസ്ക് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്കറിയാമല്ലോ, എല്ലാവർക്കും ഒരു ബുദ്ധിയല്ലല്ലോ, ആണോ? എനിക്കൊക്കെ ആണെങ്കിൽ ഓർമ്മശക്തി കുറവാണ്, സത്യം പറയേ. പിന്നെ കർത്താവ് ഉള്ളതുകൊണ്ട് ജീവിച്ചു പോണതാണ്. അത്ര ഓർമ്മയില്ല, വചനമൊക്കെ മറന്നു പോവും. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പരിമിതികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പരിമിതിയെ നമ്മൾ കവർ ചെയ്യണത് വചനാധിഷ്ഠിതമായ വിശുദ്ധി കൊണ്ടാണ്. അതാണ് ഉടമ്പടിയുടെ ആത്മാവെന്ന് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു സ്ഥലം വിറ്റ് മാറണമെന്ന് വിചാരിച്ചോ, അപ്പം നീ അതിനു വേണ്ടി കുടി നിരത്തി. അപ്പം നീ കുറച്ച് കർത്താവിന് നിൻ്റെ കുറച്ച് സൗകര്യങ്ങൾ ശീലങ്ങൾ കർത്താവിന് കൊടുത്തു. എന്നിട്ടും ആ സ്ഥലം വിറ്റ് മാറുന്നില്ലെങ്കിൽ നീ പുകവലി കൂടി നിർത്തിയേക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം നമ്മൾ വിശുദ്ധീകരിക്കും തോറും നമ്മൾ ദൈവത്തിന് നമ്മളെ ശക്തീകരിക്കാൻ എളുപ്പമാണ്. നമ്മൾ വിശുദ്ധീകരിക്കും തോറും ദൈവത്തിന് നമ്മളെ ശക്തീകരിക്കാൻ എളുപ്പം. ഇപ്പം നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ കിട്ടിയില്ല, OIT IELTS ആകാം, MOS ആകാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം അതുകൊണ്ട് നീ വിഷമിക്കരുത്. നീ പറയണം, ഞാൻ കുറച്ചുകൂടി വിശുദ്ധീകരിച്ചിട്ട് വീണ്ടും കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചുകൂടി വിശുദ്ധീകരിച്ചിട്ട് എൻ്റെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. സക്കേവൂസ് എടുത്ത എന്നാ, അദ്ദേഹം ഒരു തീരുമാനമാണ് എടുത്തത്. എന്താ പറഞ്ഞത്? ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? 4 ഇരട്ടിയായി തിരിച്ച് കൊടുക്കുന്നു. അതാ തിരിച്ച് കൊടുക്കുന്നു. തീരുമാനമല്ലേ അത്? എപ്പോഴും നമ്മൾ ഉടമ്പടി രക്ഷപ്പെടുന്നത്, ഉടമ്പടി ദൈവത്തെ ഇപ്പം പുറപ്പാട് 3-ാം അധ്യായത്തിലെ സീനായി മലമുകളിൽ കത്തി എരിയുമ്പോൾ മുൾപ്പടർപ്പുകളെ എരിഞ്ഞ് ചാമ്പലാകാതിരിക്കുമ്പോൾ ദൈവം മോസസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? ഫിലിസ്തീയര്, ജബൂസ്യര്, പെരിസ്യര് എല്ലാം കീഴടക്കിയിരിക്കുന്ന ദേശം എൻ്റെ ജനങ്ങൾക്ക് ഞാൻ നൽകും. അതിനു വേണ്ടിയാണ് ഞാൻ ഫറവോയുടെ അടിമത്തത്തിൽ നിങ്ങളെ വിടുവിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഉടമ്പടി ദൈവത്തിൻ്റെ ഇറക്കമാണ്. നിൻ്റെ ജീവിത അവസ്ഥകളിലേക്ക്, നിൻ്റെ അടിമത്തങ്ങളിലേക്ക്, നിൻ്റെ പാപ അവസ്ഥയിലേക്ക് നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നിന്റെ സ്നേഹ ദൈവത്തിൻ്റെ ഇറക്കത്തിന് സഹായിക്കുന്ന ഉടമ്പടി. കൈ അടിച്ച് കർത്താവ് ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ സക്കേവൂസ് ഒരു തീരുമാനം എടുത്തല്ലേ? അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ലൂക്കാ 19:9 ഈശോ എന്നാ പറഞ്ഞത്? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ. രക്ഷ എന്ന് പറഞ്ഞത് ആരാ? ഈശോയാ. ഇന്ന് ഈ ഭവനത്തിന് ഈശോ. അപ്പോൾ ഈശോ അവിടുന്ന് പോയാലും ശരി, ഈശോ അവിടെ ഉണ്ടാവും. സക്കേവൂസിന് വീട്ടിൽ കാപ്പിയും കുടിച്ച് ഈശോ പോകും. അതാരാണ്? മനുഷ്യനായ ഈശോ. ദൈവത്തിൻ്റെ അരൂപിയാകുന്ന ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിൽ രക്ഷയായി നിലനിൽക്കും. അതാണ് ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ മക്കളുടെ വീട്ടിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടല്ലേ ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പം ഈശോ തന്നെ പറഞ്ഞു, ഉടമ്പടിക്ക് മുമ്പ് എന്നാ ചെയ്തത്? ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിക്ക് മുമ്പ് ഈശോ കുറച്ച് കാര്യം ചെയ്തായിരുന്നു. എന്താണ്? കച്ച എടുത്ത് കെട്ടി ദാസൻ്റെ വസ്ത്രം അണിഞ്ഞ് സെർവൻറ്റിൻ്റെ അരക്കെട്ട് കെട്ടിയിട്ട് ശിഷ്യന്മാരുടെ
പാദങ്ങൾ കഴുകി. എന്നിട്ട് കർത്താവ് ഉടമ്പടിക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ദാറ്റ് ഇസ് കറക്റ്റ്. അത് കർത്താവ് ആദ്യം സ്ഥിരീകരിച്ച് സ്ഥാപിച്ചു. എന്താണ്? അത് ശരി തന്നെ. പിന്നെന്താ പറയണത്? ദൈവത്തെ സംബന്ധിക്കുന്ന ആദ്യ കാര്യങ്ങൾ പറഞ്ഞു. കർത്താവാണ്, ഞാൻ നിങ്ങളുടെ കർത്താവാണ്. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞില്ലേ? അതാണിത്. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്നല്ലേ മോസസിനോട് പറഞ്ഞത്, ജനങ്ങളോട് പറഞ്ഞത്. അതാണ് ഉടമ്പടിക്ക് മുമ്പ്. ഉടമ്പടിക്ക് മുമ്പ് എന്താണ് സിനായ് മലമുകളിൽ വെച്ച് മോസസിനോട് ദൈവം പറഞ്ഞത്? ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. ജെറിക്കോ ഞാൻ പൊടിക്കാം, നിന്നെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. ജോർദാൻ ഞാൻ വറ്റിക്കും. പക്ഷേ വൺ കണ്ടീഷൻ. എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. വീണ്ടും ഉടമ്പടി വരികയാണ്. ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്, അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ദിവ്യകുർബാനയായി. പക്ഷെ വൺ കണ്ടീഷൻ. എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം. നിങ്ങൾ എന്നെ കർത്താവെന്നും ഗുരുവെന്ന് വിളിക്കുന്നു. ദാറ്റ് ഇസ് കറക്റ്റ്. അത് ശരി തന്നെയാണ്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. അതല്ലേ പൗലോസ് പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചോട് നീർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും, കർത്താവിനെ പ്രാപിക്കും. കൈ അടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഉടമ്പടിയെ കുറിച്ചുള്ള പ്രബോധനങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ദൈവിക വെളിപ്പെടുത്തലെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് കർത്താവാണെന്ന്, അങ്ങ് ദൈവമാണെന്ന് ഹൃദയപൂർവ്വം ഏറ്റു. യോഹന്നാന്റെ സുവിശേഷം 13:14 13 അധ്യായം 13 വാക്യവും 14 വാക്യവും എന്നാ ഉടമ്പടിക്കുള്ള നിബന്ധനയാണ്. ഉടമ്പടി നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ്? 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. മത്തായി 28:20 ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുണ്ടായിരിക്കും. അതിനുവേണ്ടി ദിവ്യകുർബാന സ്ഥാപിക്കുമ്പോൾ ഉടമ്പടിയുടെ ആത്യന്തികമായ വാഗ്ദാനം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ആദ്യമേ പറഞ്ഞത്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, മറ്റൊരു ദൈവം നിനക്കുണ്ടാകും. അത് തന്നെയാണ് ഇപ്പോഴിവിടെ പറയണത്. എന്താ? നിങ്ങൾ എന്നെ കർത്താവെന്നും ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. യോഹന്നാൻ 13:13 ദാറ്റ് ഈസ് കറക്റ്റ്. അത് ശരിയാണെന്ന്. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 10:9 യേശു കർത്താവാണ്. എന്ത് രോഗം വന്നാലും, എയ്ഡ്സ് വന്നാലും, എബിയോള വന്നാലും, വി വിൽ പ്രൊക്ലെയിം ദാറ്റ് ജീസസ് ഈസ് ദ ലോർഡ്. നമ്മൾ പറയും യേശുവാണ് കർത്താവെന്ന്. എബിയോള അല്ല, എയ്ഡ്സ് അല്ല, മഞ്ഞപ്പിത്തമല്ല, എബിയസ് അല്ല. പിന്നെന്താണ്? യേശുവാണ് കർത്താവ്. പറഞ്ഞേ, യേശുവാണ് കർത്താവ്. പറമക്കളെ, യേശുവാണ് കർത്താവ്. യേശുവാണ് കർത്താവ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങാണ് ഞങ്ങളുടെ കർത്താവ്, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, അങ്ങാണ് ഞങ്ങളുടെ സൗഖ്യദായകൻ, അങ്ങാണ് ഞങ്ങളുടെ വിമോചകൻ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. ദിവ്യകുർബാനയാകുന്ന മഹാ ഉടമ്പടിയുടെ അടിസ്ഥാനമായ നിബന്ധന എന്താണ്? രണ്ടാമത്തെ നിബന്ധന എന്താണ്? നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം. അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ കാര്യങ്ങളൊന്ന് മനുഷ്യന്മാർ പരസ്പരമുള്ള കാര്യങ്ങളാണ്, അല്ലേ? ഇപ്പം ആ അമ്മ ചേച്ചിയുടെ മോളുടെ കാര്യം കണ്ടില്ലേ? ചില കാര്യങ്ങൾ അമ്മായിയപ്പനോട് ചില മരുമക്കൾ വയ്ക്കും, അപ്പാ ഒക്കെ കണ്ണു കാണാൻ പാടില്ല, ഇതിപ്പോൾ ഒരു ചോരക്കുഞ്ഞല്ലേ, എനിക്ക് നാണമുണ്ടാ ഈ കുഞ്ഞിന് മുമ്പ് ഇരുന്നുകൊണ്ട് പുഴകവരിക്കാൻ, അങ്ങനെ ചോദിക്കണ മരുമക്കളും ഉണ്ട്. ഒരു വിഷയമാണ്. വേണമെങ്കിൽ നിനക്ക് നിൻ്റെ സ്വഭാവം അനുസരിച്ച് ശാഠ്യത്തോടു കൂടിയും അപ്പനെ മുറിപ്പെടുത്തിയും സംസാരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവികമായ ആ വിഷയം പരിഹരിക്കാം. എങ്ങനെയാണ്? ഈശോനോട് പറഞ്ഞിട്ട് പരിഹരിക്കാം. ഈശോനോട് പറയുമ്പോൾ പരിഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഓപ്പറേഷൻ്റെ പാട് പോലും കാണത്തില്ല, അല്ലെങ്കിൽ ആ മുറിവ് അങ്ങനെ തന്നെ കിടക്കും, ഇല്ലേ? ഉടമ്പടി നിന്നെ ജീവിത പ്രശ്നങ്ങളെ
ഈശോയുടെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത പരിഹരിക്കാനുള്ള ദൈവികമായ പദ്ധതിയുടെ പേരാണ് ഉടമ്പടി. ജീവിത പ്രശ്നങ്ങളെ ഈശോയുടെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത പരിഹരിക്കാനുള്ള ജീവിതക്രമമാണ് നമ്മൾ നോക്കുന്നത്. എന്താ കാര്യം? അങ്ങനെ നോക്കിയാൽ അതിൽ നിത്യജീവൻ വരെ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ പ്രതികാരം ചെയ്യരുത് എന്നെന്താ പറയണത്? ഞാൻ പ്രതികാരം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രതികാരം ചെയ്താൽ നമ്മുടെ ആത്മാവ് കൃപ നഷ്ടപ്പെട്ടു പോകും. കൃപ നഷ്ടപ്പെട്ടു പോയാൽ കുരിശ് വ്യർത്ഥമാകും. യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ നീ നിൻ്റെ സാധാരണ മനുഷ്യരോട് ദാഠ്യം കാണി ജയിച്ച് വ്യർത്ഥമാക്കരുതെന്നാണ് കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. മനസ്സിലായില്ലേ? നീ പ്രതികാരം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ എന്താ? നീ പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ആത്മാവ് അയോഗ്യമാവും, കറയുള്ളതാകും. കാര്യം എന്താ? പ്രതികാരം എന്ന് പറയുമ്പോൾ സ്നേഹരാഹിത്യം ഉണ്ടാവും. സ്നേഹരാഹിത്യം, ആത്മാവിന് സ്നേഹരാഹിത്യം കുറയുന്ന അനുസരിച്ച് ചില ആൾക്കാർ പറയില്ലേ, അച്ഛാ എൻ്റെ ബ്ലഡിന് എന്തോ കൗണ്ട് കുറയുന്നെന്ന് ഡോക്ടർ പറയുന്നെന്ന് പറയും. ബ്ലഡിന് കൗണ്ട് കുറയുന്ന പോലെ ആത്മാവിന് സ്നേഹം കുറഞ്ഞാൽ കൃപ കുറഞ്ഞു വരും. അതുകൊണ്ട് അങ്ങനെ നീ ചെയ്യരുത്. ഞാൻ തന്നെ അത് കൈകാര്യം ചെയ്തോളാം, അത് എന്നെ ഏൽപ്പിക്കാൻ പറയും. എന്നെ ഏൽപ്പിക്കാൻ പറയും. ഏൽപ്പിക്കാൻ പറയുമ്പോൾ നമ്മുടെ സങ്കടവും വേദനയും നാട്ടുകാരും നമുക്ക് തരുന്ന ഭാരവും മാത്രം പറയല്ലേ, നിൻ്റെ ഉത്കണ്ഠകളും കർത്താവിനെ ഏൽപ്പിക്കാൻ പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണ് വിശുദ്ധ ഗ്രന്ഥം. എന്താ? നിങ്ങളുടെ ഉത്കണ്ഠകളെ കർത്താവിനെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് മക്കളെ, ഈ ഉത്കണ്ഠ എന്ന് പറയണില്ലേ, ഇപ്പം നിങ്ങൾക്ക് ജോലിയില്ല. ഇപ്പം ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ജോലി കിട്ടുന്നവരെ നിനക്കുള്ളത് എന്താണ്? ആദിയാണ് ഉണ്ടാകേണ്ടത്, ഇല്ലേ? ഈ ആദി ജോലി കിട്ടുന്നവരെ ആദി പിടിച്ചാണ് പല ആൾക്കാരും ജീവിക്കണത്. പക്ഷേ അത് ക്രിസ്ത്യനല്ല. മനസ്സിലായല്ലേ? ഇപ്പം നീ ജോലി ചോദിക്കുന്നു, നീ ജോലി കിട്ടണില്ല, നിനക്ക് ഇപ്പോഴും കിട്ടുമോ? എപ്പോൾ കിട്ടാനായിരിക്കും? ജോലി കിട്ടിയിട്ട് പെണ്ണ് കെട്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ ചെറുക്കനെ കെട്ടാൻ പറ്റുമോ? ഇങ്ങനെ ഇതും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എവിടെയോ ഒരു ഹീലിങ്ങിൻ്റെ കുറവുണ്ട്. കാര്യം എന്താ? ഫെയ്ത്ത് ഇല്ല. ഫെയ്ത്ത് ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് കാര്യങ്ങൾ നീണ്ടു വരികയാണെങ്കിൽ, ഇപ്പോൾ ഉടമ്പടി 40 വയസ്സ് 46 വയസ്സുള്ള ആൾക്കാരുടെ കല്യാണം നടക്കണുണ്ട്. ഉടമ്പടിയിൽ 22 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ ലാഗ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ വിശ്വാസം മാത്രം പോരാ, പിന്നെ എന്ത് വേണം? പ്രത്യാശ വേണം. എൻ്റെ മക്കളെ, എന്തെങ്കിലും ഉടമ്പടിയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഇപ്പം നിൻ്റെ ഇമിഗ്രേഷൻ ആകാം, അല്ലെങ്കിൽ നിൻ്റെ വിസ പ്രോസസ്സിങ് ആകാം, ചിലപ്പോൾ വിസ റിജക്റ്റ് ചെയ്ത വിഷയമാകാം, ചിലപ്പോൾ സ്ഥലം വിൽക്കുന്ന കാര്യമാകാം, സ്ഥലം വിൽക്കാൻ താമസിക്കുന്ന കാര്യമാകാം. കാര്യം നീ ഒരു വീട് വെക്കാൻ തുടങ്ങുകയും ചെയ്തു. നിൻ്റെ സ്ഥലം വിറ്റ് മാറ്റിയിട്ട്, പഴയ വീട്, കൊള്ളാത്ത വീട്, വഴിയില്ലാത്ത വീട് വിറ്റ് മാറ്റിയിട്ട് നീ പുതിയ വീട്, ചെറിയ സ്ഥലമാണെങ്കിൽ അവിടെ വെക്കാനാണ് നിൻ്റെ പദ്ധതി. നിൻ്റെ പദ്ധതി ശരിയാണ്, അതിനാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പക്ഷേ നിൻ്റെ ഉള്ള കയ്യിലെ കാശ് കൊണ്ട് നീ ചെറിയ വീട് വെക്കാൻ തുടങ്ങി, പക്ഷേ അതൊട്ട് വിറ്റ് മാറണമില്ല. അപ്പം മേശരി, ആശാരി, എഞ്ചിനീയർ വന്നിട്ട് എന്തായാലും തുടങ്ങണില്ലേ, ചെയ്യണില്ലേ, തീർക്കണേ മറ്റു സംഭവം വിറ്റ് മാറണ്ടേ, അതാരും വരണില്ലെന്ന് പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പഴയ വീട് വിറ്റ് മാറിയാലേ നിനക്ക് ആ കാശ് കൊണ്ട് പുതിയ വീട് വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ വീട് വിറ്റ് മാറുന്നില്ലെങ്കിൽ, അതിന് സമയമെടുക്കുന്നുണ്ടെങ്കിൽ, വാട്ട് യു മസ്റ്റ് നീഡ്, നിനക്ക് എന്താ ആവശ്യമുള്ളത്? വിശ്വാസമല്ല, പിന്നെ എന്താണ്? പ്രത്യാശയാണ്. പ്രത്യാശ ആണ്. ആ പ്രത്യാശ താമസിക്കുന്ന വിഷയത്തിൽ ഇവിടെയാണ് ഒരു വിഷയം വ്യക്തി കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒരു വിഷയം താമസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഉടനെ എമർജൻസി ആയിട്ട് വേണ്ടത് എന്താണ്? പ്രത്യാശയാണ്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവൈവ്ഡ് ഫെയ്ത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിച്ച വിശ്വാസമാണ്. ദൈവവേദനെ നിൻ്റെ വീട് വെച്ചോ അതിൻ്റെ അകത്ത് നീ AC ചെയ്തോ ഒന്നും അല്ല ദൈവം നോക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ദൈവിക പുണ്യങ്ങൾ നിൻ്റെ ആത്മാവ് ആർജിച്ചോ എന്നാണ് ദൈവം നോക്കേണ്ടത്.
നോക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണ് ജീവിതത്തെ കാണാൻ വേണ്ടി നമ്മൾ ബോധപൂർവമായിട്ട് ഒരു ശ്രമം വേണം. കാരണം ദൈവം എന്ത് ഇപ്പം ഒരു കാര്യം ചോദിക്കട്ടെ, 18:8 എങ്കിലും ലൂക്കായുടെ സുവിശേഷം 18:8 എന്നാ പറയണത്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ? അതാണ് ചോദ്യം. പരീക്ഷകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്തവശേഷിക്കണമെന്നാണ് ദൈവം പറയണത്? വിശ്വാസം അവശേഷിക്കണം. അപ്പം പരീക്ഷകൾ കഴിഞ്ഞ് ചില പരീക്ഷകൾ ഉണ്ടാകും. ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷവും ചില ആൾക്കാർ ആ പരീക്ഷയോട് കൂടി വിശ്വാസം കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നില്ലേ, എന്നാ വന്നത്? ഒരു പള്ളി കത്തിപ്പോയെങ്കിലും സക്രാരി കത്തിയില്ല, കുരിശുരൂപവും കത്തിയില്ല. അതാണ് ഫേസ്ബുക്കിലെ പോസ്റ്റ്. അപ്പോഴേ വലിയ കത്ത് പിടിച്ചാലും സക്രാരി അവശേഷിക്കുന്നു, ദൈവസന്നിധാനം അവശേഷിക്കുന്നു, വിശ്വാസം അവശേഷിക്കുന്നു, പ്രത്യാശ അവശേഷിക്കുന്നു. ബട്ട് പെർസിസ്റ്റ്, എന്താണ് അവശേഷിക്കുന്നത്? ദൈവം നിങ്ങളോട് ചോദിക്കുന്ന കാറ്റഗോറിക്കൽ ക്വസ്റ്റ്യനാണ്. വാട്ട് പെർസിസ്റ്റ്? എന്താണ് അവശേഷിക്കുന്നത്? വിശ്വാസം മാത്രമല്ല, ഹോപ്പ് ആൻഡ് ചാരിറ്റി, ഇതെല്ലാം അവശേഷിക്കേണ്ടതാണ്. ഒരു ദൈവവേദനാണ് നീയെങ്കിൽ നിൻ്റെ ഒരു അഗ്നിപരീക്ഷ കഴിയുമ്പോൾ യോഹന്നാൻ 1 പത്രോസ് 1:7 അനുസരിച്ച് കൊണ്ട് അഗ്നിപരീക്ഷ ഉണ്ടാകുമല്ലോ. അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം, അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിശ്വാസം, അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണം, അഗ്നിപരീക്ഷകൾ അതിജീവിച്ച വിശ്വാസം തമ്മിൽ ഒരുമിച്ചാണ് പത്രോസ് പറയണത്. അഗ്നിശോധനയെ അതിജീവിച്ച സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് അഗ്നിപരീക്ഷകളെ അതിജീവിച്ച നിൻ്റെ വിശ്വാസം. ഇപ്പോൾ 1 പത്രോസ് 1:7 അതിജീവിച്ച വിശ്വാസം എന്ന് പറയും. ലൂക്ക 18:8 അവശേഷിക്കുന്ന വിശ്വാസം എന്ന് പറയും. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കാഷ്വാലിറ്റി ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫെയ്ത്ത് മസ്റ്റ് പെർസിസ്റ്റ്, വിശ്വാസം അവശേഷിക്കണം. അവശേഷിക്കുന്ന വിശ്വാസത്തിൻ്റെ പേരാണ് ഹോപ്പ്. എന്താണ്? പ്രത്യാശ. അതാണ് റോമ 5:5 പറയണത്. കഷ്ടത സഹനശീലം പ്രത്യാശയും നൽകുന്നു. പ്രത്യാശ നമ്മളെ ദാറ്റ് ഈസ് മൈ പോയിന്റ്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്ക് പറയാൻ അറിയാൻ പാടില്ല കൊണ്ട് ഞാൻ ആത്മാവിൻ്റെ മുമ്പിൽ അടിയറവ് വന്നപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആത്മാവ് പറയുകയാണ്, എന്താണ് പ്രത്യാശ എന്ന് പറയണത്? ഒരു കാര്യം താമസിക്കുന്നുണ്ടെങ്കിലും യു ഡോണ്ട് ഫീൽ ഡിസ്പയർ. നിനക്ക് നിരാശ തോന്നണില്ല. നിൻ്റെ സ്ഥലം വിൽക്കാൻ താമസിച്ചെന്ന് വിചാരിച്ചോ? നിൻ്റെ കുഞ്ഞുണ്ടാകാൻ താമസിക്കുമെന്ന് വിചാരിച്ചോ? നിൻ്റെ വീട് വെക്കാൻ താമസിച്ചെന്ന് വിചാരിച്ചോ? നിൻ്റെ മൊഡ്യൂൾസ് കിട്ടാൻ താമസിച്ചെന്ന് വിചാരിച്ചോ? ബട്ട് യു ഡോണ്ട് ഫീൽ ഡിസ്പയർ. എന്താ? നിനക്കതൊരു നിരാശ തോന്നണില്ല. ദാറ്റ് മീൻസ് നിനക്ക് ശരണമെന്ന പുണ്യം കിട്ടിയിരിക്കുന്നു. നിൻ്റെ ആത്മാവ് മുമ്പത്തേക്കാൾ ക്വാളിറ്റേറ്റീവായി. ഫെയ്ത്ത് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്ത് പറ്റി? മൊഡ്യൂൾസിന് ഒരു വിഷയം പോയിട്ടും സ്റ്റിൽ ദർ ഇസ് ഹോപ്പ്, അല്ലേ? OITക്ക് നിൻ്റെ റിട്ടേൺ പോയിട്ടും ഇപ്പോഴും നിൻ്റെ മനസ്സിന് നിരാശയില്ല. നിരാശ ഉണ്ടാവരുത്. അപ്പോഴെന്താണ്? പ്രത്യാശ അവശേഷിക്കുന്നു. കർത്താവിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഒരു വിശ്വാസിക്ക് നട്ടലോടുകൂടി മറുപടി വിടാൻ കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ പൈതലാകും. ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നവരാണ്. റോമ 8:14 ദൈവത്തിൻ്റെ മക്കളെ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കളെ സമർപ്പിക്കുന്നു. വ്യാധിയിൽ കഴിഞ്ഞവരെ സമർപ്പിക്കുന്നു. ബോർഡ് എക്സാം എഴുതുന്നവര്, +1 +2 എക്സാം എഴുതുന്നവര്, ഡിഗ്രി പരീക്ഷ എഴുതുന്നവര്, എക്സാം എഴുതുന്നവര്, എൻട്രൻസ് എഴുതുന്നവര്, കുടുംബ സമാധാനമില്ലാത്തവര്, എപ്പിലെപ്സി രോഗികള്, കരൾ രോഗികള്, കിഡ്നി രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, യൂട്രസ് സംബന്ധമായ രോഗങ്ങള്, ഗ്യാസിന്റെ അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അസ്ഥി രോഗികളെ സമർപ്പിക്കുന്നു. ന്യൂറോ രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവെ, തലച്ചോർ സംബന്ധമായ രോഗമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലെ
രോഗബാധിതമായിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓട്ടിസം ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സംസാരശേഷി നഷ്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മദ്യത്തിനും പുകവലിക്കും അടിമപ്പെട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തെറ്റായ കൂട്ടുകെട്ടിലും പ്രേമബന്ധത്തിലും കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്താനരഹിതര്, ഭവനരഹിതര്, സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ കർത്താവെ, ഇപ്പോൾ യൂട്യൂബിലൂടെ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ അർപ്പിക്കുന്നവരെ, ശാലോൻ TV കണ്ട് നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ രോഗികളെയും എല്ലാവിധ വിഷമം അനുഭവിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ കൊണ്ട് ജീവിതം വഴിമുട്ടിയവരെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നേർച്ച വസ്തു എടുക്കുക. എല്ലാവരും നേർച്ച വസ്തു എടുക്കുക. മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ, അവരുടെ ഒരു ടേബിളുണ്ട് ഇവിടെ നേർച്ച വസ്തു വെക്കാനുള്ള. ഇവിടെ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ കയ്യിൽ തന്നെ ഇപ്പോൾ സൂക്ഷിച്ചാൽ മതി. നേർച്ച വസ്തു കയ്യിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. അവസാനം ഞാൻ നിങ്ങളെ കാണുന്നതായിരിക്കും. പണ്ടിനാലെ മത്സ്യത്തൊഴിലാളി കൂട്ടായ്മയായിരുന്നു ഇത്. തൊഴിലാളി കൂട്ടായ്മയായിരുന്നു, ഉദ്യോഗസ്ഥ കൂട്ടായ്മയായിരുന്നു. ഉടമ്പടി വന്നപ്പോഴാണ് നമുക്ക് വേറെ ദിവസമില്ലാത്തതുകൊണ്ട് ഇത് ഉടമ്പടി ധ്യാനമായത്. അപ്പോൾ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് വേണ്ടി അവർ കുറേ പേര് ഇവിടെ സ്ഥിരമായി ഈ സമയത്ത് ഈ 3-ാം ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നതാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ 7 അപ്പവും ഏതാനും മത്സ്യങ്ങൾ കൊണ്ട് 4000 പേരെ സംതൃപ്തരാക്കിയ സർവശക്തനും കാരുണ്യനുമായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുകയും അങ്ങയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിത്യം കന്യകയും നിന്റെയും ഞങ്ങളുടെയും അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മീൻപിടുത്തക്കാരായ വിശ്രുത ശ്ലീഹന്മാരുടെയും സംരക്ഷണത്തിലെ ഞങ്ങളുടെ വള്ളത്തിനെയും യന്ത്രത്തെയും തൊഴിലാളികളെയും വലയെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന സ്നേഹതയും സകലത്തെയും പരിപാലിക്കുന്നതിനുമായ നല്ല ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നടത്തുന്ന ആരാധനയുടെ ഫലമായി ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് സമർത്ഥമായ മത്സ്യവിള നൽകണമേ. സമാധാനത്തിലും സാമ്പത്തിക അഭിവൃദ്ധിയിലും ആത്മീയ വിശുദ്ധിയിലും അവരെ നിലനിർത്തണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിച്ച് വണങ്ങുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. നേർച്ച വസ്തുക്കൾ എടുക്കുക. ഇപ്പോഴും ഡേറ്റ് ആൻഡ് ടൈം ഓർക്കേണ്ടതാണ്. ഡേറ്റ് ആൻഡ് ടൈം കൃപാസനത്തിലെ അമ്മയുടെ മധ്യസ്ഥം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിഷയമാണ് ഡേറ്റ് ആൻഡ് ടൈം. സമയാധികാരിയായ അമ്മയാണ് സഞ്ചാരി മാതാവ്. ഇതെല്ലാം നമ്മൾ സാക്ഷ്യങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ മാസം, അടുത്ത മാസം അമ്മ സന്നിധാനത്ത് വരുന്നവരെ ചില ഡേറ്റുകൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. ചില പരീക്ഷാ ഡേറ്റുകളെല്ലാം ഓർക്കണം. ചികിത്സയ്ക്ക് പോകാനും സ്കാനിങ്ങിന് പോകാനുള്ള ഡേറ്റുകൾ അങ്ങനെയുള്ളവർ അത് ഓർക്കണം. ഓപ്പറേഷൻ്റെ ഡേറ്റുകൾ ഇപ്പോൾ ഓർക്കണം. ഭാഗ ഉടമ്പടി ഡേറ്റുകൾ, രജിസ്റ്റർ കച്ചേരി പോകാനുള്ള ഡേറ്റുകൾ, പിന്നെ കോടതി പോകാനുണ്ടെങ്കിൽ കോടതി ഡേറ്റുകൾ, എല്ലാ ഡേറ്റെല്ലാം ഓർത്തോ. ആ ഡേറ്റിലെല്ലാം അമ്മ പ്രസൻ്റ് ആയിരിക്കും. നീ ഡേറ്റെല്ലാം ഓർത്തോ. ഇപ്പോഴേ ആ ഡേറ്റിലെല്ലാം നിൻ്റെ കൂടെ അമ്മ പ്രസൻ്റ് ആയിരിക്കും. ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ട്, അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ആ ഡേറ്റ് ഓർത്തേക്കണം. നിൻ്റെ വിസയ്ക്ക് നിന്നെ വിളിച്ചിരിക്കുന്ന ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ ഓർക്കണം. നിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് ഓർക്കണം. നിൻ്റെ എന്തെങ്കിലും നൈപുണ്യ പരീക്ഷ, അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പ്രൊഫഷണൽ എക്സാമിനേഷൻസ്, അതിൻ്റെ ഡേറ്റ് ഓർക്കണം. നിൻ്റെ യാത്രയുണ്ടെങ്കിൽ യാത്രയുടെ ആ ജേണിയുടെ ഡേറ്റ്, നിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഡേറ്റ് ഓർക്കണം. നിൻ്റെ അന്യ ജില്ലയിൽ നിൻ്റെ ട്രെയിനിൻ്റെ ഡേറ്റ്, എവിടെയെങ്കിലും യാത്ര ഉണ്ടെങ്കിൽ ട്രെയിനിൻ്റെ ഡേറ്റ് ഓർക്കണം.
എല്ലാ ഡേറ്റുകളിലും സമയങ്ങളിലും അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന അതിശക്തമായ നിമിഷമാണ്. ആ മേഖലയിലെല്ലാം നീ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപ ഓർത്ത ഡേറ്റുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ ജീവിതാവസ്ഥകൾ ഡേറ്റുകൾ സമർപ്പിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. ഇപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കാനുണ്ട്. കാര്യം നിങ്ങളുടെ രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവിത ആവശ്യങ്ങൾ, ഈ ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ അപ്പുറത്ത് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഡേറ്റ് നിശ്ചയമില്ലാത്ത വിഷയങ്ങൾ, കാര്യം നടക്കേണ്ടതാണ്. ഇപ്പോൾ കല്ലിടൽ, നിൻ്റെ വീടിൻ്റെ കല്ലിടൽ നടക്കേണ്ടതാണ്. വീടില്ല നിനക്ക്, സ്ഥലമില്ല നിനക്ക്, അങ്ങനെ. ഇപ്പം നിൻ്റെ ഭർത്താവ് വിദേശത്താണ്, ആൾക്ക് തിരിച്ചു വരാൻ പറ്റണില്ല, അവിടെ കുറച്ച് സാങ്കേതികമായ പ്രശ്നം ആണ്. ചിലപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക, എയർപോർട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുക, ചിലപ്പോൾ വല്ല സാമ്പത്തിക വിഷയമായിരിക്കും. അപ്പോൾ ചിലതിൻ്റെ ഡേറ്റ് നിനക്ക് അറിയത്തില്ല. അപ്പോൾ നീ ഇന്ന് അനുഭവിക്കുന്ന കണ്ണീരിൻ്റെ കാര്യം ഇപ്പോൾ ഓർക്കണം. കാര്യം നമ്മൾ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? അമ്മയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അമ്മയാണ് നമ്മൾക്ക് വേണ്ടി കർത്താവിനോട് മധ്യസ്ഥം വഹിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഓർക്കുക. കാര്യം ഇതുപോലെ ഒരു പ്രാർത്ഥന ലോകത്തില്ല. എന്താ? ഉടമ്പടി, മരിയൻ ഉടമ്പടി. അത് നീ ചെയ്തിട്ട് നിൽക്കുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കളെ കണ്ണുനീരോടുകൂടി അങ്ങയുടെ തിരുസന്നിധി നിൽക്കുകയാണ്. അവർക്ക് സാക്ഷ്യം പറയാൻ സാധിക്കണം, സാക്ഷ്യം പറയാൻ സാധിക്കണം. അമ്മയെ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴേ സാക്ഷ്യം പറയാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങളാൽ സൗഖ്യവും സമാധാനവും നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറച്ച വസ്തു എടുക്കുക. തിരി, ഉപ്പ്, തേന്, ഉടമ്പടി നേർച്ച വസ്തു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാം എടുക്കുക. പത്രം ഓർക്കേണ്ട വിഷയമാണ്. ഇപ്പം നീല ഉടമ്പടി ഉണ്ടല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവനും ഉടമ്പടി ചെയ്ത പുതുക്കി കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് നീല ഉടമ്പടിക്കാർ. നീല ഉടമ്പടിക്കാർ അച്ഛനെ കാണേണ്ട ദിവസമുണ്ട്. ഏതാണെന്നറിയാവോ? മൂന്നാമത്തെ വ്യാഴാഴ്ചയും 4-ാമത്തെ വ്യാഴാഴ്ചയും. അപ്പം നീല ഉടമ്പടിക്കാർ, അപ്പം ബാക്കി എല്ലാത്തിനും നമ്മൾ 10ത്തെ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിന് മാത്രമേ ഡേറ്റ് ഇടാവുള്ളൂ. 10ത്തിൻ്റെ നമ്മുടെ 12-ാം പേജ് എപ്പോഴും നോക്കണം കേട്ടോ. 12-ാം പേജ് നോക്കണം. കാര്യം ആൾ കൂടുതലായത് കാരണം ജില്ല അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർക്കാർക്കും മലപ്പുറം, വയനാട്, മാനന്തവാടിയൊക്കെ ഒരു ഡേറ്റ് ഉണ്ട് അച്ഛനെ കാണാനുള്ള, ഉടമ്പടി പുതുക്കിയവർക്ക്. അതുപോലെ തന്നെ തിരുവനന്തപുരം, വിഴിഞ്ഞ ഒരു ഡേറ്റ് ഉണ്ട്, ഹൈ റേഞ്ച് ഒരു ഡേറ്റ് ഉണ്ട്, കോട്ടയം, എറണാകുളം, ആലപ്പുഴയ്ക്ക് ഒരു ഡേറ്റ് ഉണ്ട്. അതെല്ലാം ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചെറിയ ചേഞ്ച്, കാതലായ ഒരു ചേഞ്ച് വരാൻ പോവുകയാണ്. എന്താണ്? ഈ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഇന്ന് സംഭവിച്ചത് എന്താണെന്നറിയാവോ? നമ്മളെ പോലീസ് സഹോദരങ്ങൾ നമ്മളെ ശരിക്കും സഹായിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ കൂട്ടായ്മ ഇവിടെ നടക്കുന്നത്. കാര്യം 3 സ്റ്റേഷനിലെ പോലീസാണ് വാദിക്കൽ. കാര്യം ആൾക്കാർ നിറഞ്ഞ് കവിഞ്ഞിട്ട് റോഡിലോട്ട് കയറുകയാണ്. അത് കാരണം എനിക്ക് തന്നെ വണ്ടി കൊണ്ടുവരാൻ അരമണിക്കൂറെടുത്ത് ഞാനിവിടെ ഈ കൊച്ചുപള്ളിയുടെ അവിടെ വന്നിട്ട് അരമണിക്കൂറായപ്പോഴാണ് എനിക്ക് ബാധിക്കുക വരാത്തത്. കാർ അങ്ങനെ മൂവ് ചെയ്യണമല്ലോ, വളരെ ബ്ലോക്കാണ്. അപ്പം അതുകൊണ്ട് ഞായറാഴ്ച കൂട്ടായ്മ നമ്മൾ മാറ്റുകയാണ്. കാര്യം ഇത് തന്നെയായിരുന്നു 1-ാം ഞായറാഴ്ച ഉണ്ടായത്. 1-ാം ഞായറാഴ്ചയും 3-ാം ഞായറാഴ്ചയുള്ള കൂട്ടായ്മ ഇതോടുകൂടി മാറ്റുകയാണ്. ഇനി 1-ാം ഞായറാഴ്ചയും അതുപോലെ തന്നെ 3-ാം ഞായറാഴ്ചയും. കാര്യം എനിക്ക് വേറൊരു ഡൗട്ടുണ്ട്. നിങ്ങളിവിടെ പല ആൾക്കാരും ഇന്ന് കുർബാന കൂടാതെ നിൽക്കുകയാണെന്ന്. വെളുപ്പിനൊക്കെ പോകുന്ന ആൾക്കാരില്ലേ? അത് ദൈവതിരുസന്നിധി ഞാനും നിങ്ങളും ഒരുപോലെ സമാധാനം പറയേണ്ടി വരും. അപ്പം അത് നടക്കത്തില്ല. കടവാണ്, ആത്മീയ കടവാണ്. അപ്പം അതുകൊണ്ട് ഞായറാഴ്ച ഇനി ഉടമ്പടി ഉണ്ടാവും. അതൊരു 11 മണിയാകുമ്പോൾ തുടങ്ങും ഉടമ്പടി പ്രാർത്ഥന ഉണ്ടാകും. പക്ഷേ ഉടമ്പടി ധ്യാനം ഉണ്ടാകത്തില്ല.
ഉടമ്പടി ധ്യാനം അതിന് പകരമുള്ളത് ഇനി വരാൻ പോണത് ഇപ്പോൾ നിങ്ങൾ 3-ാം ഞായറാഴ്ചയല്ലേ വരുന്നത്, അതുകൊണ്ട് 3-ാം ശനിയാഴ്ച, 3-ാം ഞായറാഴ്ചക്ക് പകരം 3-ാം ശനിയാഴ്ച, 1-ാം ഞായറാഴ്ച വരണതിന് പകരം 1-ാം ശനിയാഴ്ച. അതാണ് ഇനി അപ്പോൾ അവിടെ പത്രത്തിലുണ്ടാവും. കാര്യം നമുക്ക് എന്താണെന്നറിയോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. ആ ഹോട്ടലുകാരൊക്കെ എന്തൊരു നല്ല മനുഷ്യരാണ്. അവിടെ അതിൻ്റെ അകത്ത് മുഴുവൻ ആളാണ്. ഹോട്ടലിൽ കച്ചവടം ബ്ലോക്കാണ്. അവരെന്തുമാത്രം 1000 ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നടത്തുന്നത്. പക്ഷേ ആ കച്ചവടം ബ്ലോക്കാണ്. നിറച്ച ആളാണ് അവിടെ, വണ്ടി അവിടെ മുഴുവൻ. അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട്. തന്നെയല്ല, സ്ഥലം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കാര്യം ഇപ്പോൾ ഇവിടെ കുറച്ച് പേര് നിങ്ങൾക്ക് ഈശോനെ കാണാം. മുകളിൽ ഒരു 10-2000 ആൾക്കാരുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒറ്റ ബ്ലോക്കിൽ ധ്യാനം നടക്കണം. ഉടമ്പടി ധ്യാനം അമ്മ പ്രത്യക്ഷപ്പെട്ട് സ്ഥലത്ത് നടത്താൻ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പോൾ ഉടമ്പടി പ്രാർത്ഥന ഇവിടെ നടത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ധ്യാനം മാറ്റാൻ പറ്റും. സമീപ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് 1.5 ഏക്കർ സ്ഥലം കിട്ടുകയാണെങ്കിൽ മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് നമുക്കൊരു 3 കോടി രൂപയെങ്കിലും വേണ്ടി വരും. 3-4 കോടി രൂപ വേണം. അപ്പോൾ നിങ്ങൾ അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആർക്കെങ്കിലും ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ 5 സെൻറ്റ് സ്ഥലം മേടിച്ച് നമുക്ക് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഒത്തിരിയേറെ വരുമാനം കിട്ടുന്ന ആൾക്കാരില്ല. ഞങ്ങളാരും നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഒരു സാധനം അച്ഛൻ ചോദിക്കത്തില്ല. ഇപ്പോഴത് ഒരു വിഷയം വന്നിരിക്കുന്നത് വെച്ചാൽ ഇതൊരു ഭയങ്കര സ്ഫോടകാത്മകമായ സിറ്റുവേഷൻസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കോടികൾ കിട്ടുമ്പോൾ, ലക്ഷങ്ങൾ കിട്ടുമ്പോൾ 5 സെൻറ്റ് സ്ഥലം അമ്മയ്ക്ക് വാങ്ങിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ 3 സെൻറ്റ് വാങ്ങിച്ച് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഏതെങ്കിലും സ്ഥലം മുന്നേ ഒരു കുറേ പൈസ കൊടുത്ത് അഡ്വാൻസ് ചെയ്തിട്ടിട്ട് പതുക്കെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും. 2 കൊല്ലം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. അപ്പം അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലിപ്പോൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അമ്മയുടെയും ഈശോൻ്റെയും നടുക്ക് നിന്നുകൊണ്ട് ഷെയർ ചെയ്യുകയാണ്. കാര്യം അവർക്ക് 2 പേർക്കും ആവശ്യമുള്ളതുകൊണ്ട് നിങ്ങൾ അമ്മയെ സഹായിക്കും, ഈശോയെ സഹായിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ സന്തോഷമായിരിക്കുക. അപ്പോൾ ഈ വിഷയം നന്നായിട്ട് നടക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥന എല്ലാവർക്കും, ഇപ്പോൾ കുറച്ച് പേർക്ക് മാത്രമല്ല, എല്ലാവർക്കും സ്വസ്ഥവും സമാധാനമായിട്ട് ഇരുന്ന് ധ്യാനം കൂടുന്ന വലിയൊരു ആലയം വേണം. അതിവിടുന്ന് മാറി അത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ഉടമ്പടി കൃത്യമായിട്ട് ഇവിടെ നടക്കും. ഉടമ്പടി ധ്യാനം നമുക്ക് ഇവിടെ നിന്ന് മുകളിലൊക്കെ ആളുണ്ട്. 4-ാം നിലയിൽ സ്റ്റെയർ കേസ് ഇങ്ങനെ അടുങ്ങിയിരിക്കുന്ന ആൾക്കാർ. സ്റ്റെയർ കേസ് അതായത് ഒരു യൂറിനറിക്ക് പോലും പോകാൻ പറ്റത്തില്ല. കുഞ്ഞു പിള്ളേരുമായിട്ട് വന്നിട്ട് വിയർത്തൊരിച്ച് നിൽക്കുകയാണ്. ഈ അമ്മമാർ ഈ കുഞ്ഞിനെയും ചോരക്കുഞ്ഞിനെയും പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ അത് അമ്മ നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഫ്രണ്ടിലോട്ട് പോകരുത്. അവിടുത്തെ ആൾക്കാർ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സൈഡിലൂടെ പോകാൻ പാടുള്ളൂ. സൈഡിൽ 2 ഇതുണ്ട്. സൈഡിലൂടെ മക്കൾ പോകാവൂ. പിന്നെ പത്രമാണ് അമ്മ ഈ സന്ദേശം മുഴുവനും നമ്മളെ ഈശോനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും നമ്മുടെ കയ്യിൽ നമുക്ക് കഷ്ടപ്പെട്ട് ചെയ്യാനുള്ള. ഇപ്പം യൂട്യൂബിൽ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇല്ലേ? അത് വലിയ സംഭവമാണ്. കാര്യം ഇൻ്റർനാഷണൽ ലെവലിലോട്ട് അത് പോകുമ്പോൾ നിങ്ങൾക്കറിയാം. പക്ഷേ കാര്യമുണ്ട്, മക്കളെ വെറുതെ യൂട്യൂബിൽ ഷെയർ ചെയ്യരുത്. ഒരു സ്വർഗസ്ഥനായ ചെല്ലിയിട്ട് ഷെയർ ചെയ്യാവൂ. കാര്യം അതായത് നമ്മൾ ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യണത്. അപ്പോൾ ഇത് കാണുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകണം. അത് ചുമ്മാ കണ്ടാൽ പോരാ. അതുകൊണ്ട് എൻ്റെ മക്കൾ ഒരു സ്വർഗസ്ഥനായി ചെല്ലിയിട്ട് വേണം മാത്രമേ ഫേസ്ബുക്കിൽ. ഇപ്പം ഞങ്ങൾ 3 അത്ഭുതം വെച്ച് ഒരു പ്രസംഗം വെച്ച് എല്ലാ ദിവസവും തരും. അത് സുവിശേഷ വിലയ്ക്ക് വേണ്ടി തരണതാണ്. അപ്പം തന്നെ നിങ്ങൾ സ്വർഗസ്ഥനായി ചെല്ലിയിട്ട് നിങ്ങളും കാണണം, അപ്പം തന്നെ ഷെയർ ചെയ്തേക്കണം. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തന്നെ യൂട്യൂബൊക്കെ ഇന്ത്യ ഗവൺമെൻറ് നിരോധിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം സുവിശേഷ വേല ശക്തമായി നടക്കുന്നൊരു മേഖലയാണ്. ഫേസ്ബുക്ക് പേജും യൂട്യൂബ് പേജും അത് 2 വേണ്ടി പ്രാർത്ഥിക്കണം. തന്നെയല്ല ഷെയർ ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യണം. പത്രം അതിനേക്കാൾ ഭയങ്കരമാണ്. കാര്യം ഇത് കൊണ്ടുനടന്ന് കൊടുക്കണം. ഇതിൻ്റെ കൂടെ മാതാവ് സഞ്ചരിക്കണില്ല. മടി കൊണ്ടുവന്ന് പത്രം വിട്ട് കഴിഞ്ഞാൽ ആ സെക്കൻഡിന് മൊബൈലിൽ അവളുടെ റിസൾട്ട് വന്നില്ലേ, അവൾ എന്തുമാത്രം ടെൻസ്ഡാണ്. ആ കുഞ്ഞ് ഭയങ്കര ടെൻസ്ഡല്ലേ. അപ്പോൾ ടെൻസ്ഡാകണ്ടടി എന്ന് അമ്മ പറയുകയാണ് അടുത്ത് വന്ന്. ആ ഒരു പത്രം വിട്ട് കൊടുക്കുമ്പോൾ ആ സെക്കൻഡ് സംഭവിക്കണത്. അപ്പോൾ അത്രയും ലൈവായിട്ടാണ് അമ്മ കൂടെ സഞ്ചരിക്കുന്നത്. അത്രയും ശ്രദ്ധയുണ്ട് ദൈവത്തിന്. അപ്പോൾ എൻ്റെ മക്കൾ അത്രയും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ നീ ദൈവത്തെ സ്നേഹിച്ച് ദൈവ സാന്നിധ്യത്തിൽ തന്നെ ജീവിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധിയുള്ളവരായിരിക്കണം നിങ്ങൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധിയുള്ളവരായിരിക്കണം നിങ്ങൾ. കാരണം നിങ്ങൾ ലോകത്തൊരിടത്തും ഇല്ലാത്ത പ്രാർത്ഥനയിൽ ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ വേണ്ടി ദൈവം നിന്നെ സ്വന്തമായിട്ട് വിളിച്ച മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ഉയർത്തിപ്പിടിക്കുക നേരത്തെ വസ്തുക്കൾ. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit
fire finger, soak with the precious blood, and with the authority of the Catholic Church, with the power of Jesus Christ, with the merit of the Holy Priesthood, I bless the Holy Spirit, those who have grace and peace and power. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഈർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കേണ്ട വിധം നിങ്ങൾക്കറിയാം. പക്ഷേ ഉടമ്പടി ചെയ്യാത്ത മക്കൾക്കുള്ളത് എന്താണ്? ഞങ്ങൾ ജെറീക്കോ പ്രാർത്ഥന ചൊല്ലി 3 മണിക്കൂർ ആരാധിച്ചിട്ട് വെഞ്ചരിച്ചിരിക്കുന്ന ഉപ്പ് തേനൊക്കെ ഉണ്ട്. അതാണ് പുറത്ത് നമ്മുടെ സ്റ്റോളിൽ നിന്ന് കിട്ടുന്നത്. അത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നത് ഉപ്പ് പരുവിനും കുരുവിനും ഇടാം, വിശ്വാസ പ്രമാണം ചൊല്ലി വേണം ഇടേണ്ടത്. തിരി ഒരു വിശ്വാസ പ്രമാണം 7 സ്വർഗസ്ഥനായത് 7 നിന്ന് പറഞ്ഞു പറയും. അതുപോലെ തന്നെയാണ് തേനും 9 തുള്ളി എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വേണം രോഗികളെ കഴിക്കാൻ. പക്ഷേ ഈ നേർച്ച വസ്തുക്കളെല്ലാം ഉടമ്പടി നേർച്ച വസ്തുവായാലും ജെറീക്കോ നേർച്ച വസ്തുവായാലും എല്ലാം കൃപാസനകത്തുനിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. കാര്യം അത് വെഞ്ചരിച്ച വസ്തു ആയതുകൊണ്ടാണ് നമ്മൾ അതെല്ലായിടത്തും വെക്കാത്തത്. ഗേറ്റിംഗിലാണെങ്കിൽ പോലും കൃപാസനകത്താണ് ഇരിക്കുന്നത് സംഭവം. കാര്യം അത് വെഞ്ചരിച്ചതെന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾക്ക് അടയാളം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സമാപന ആശീർവാദത്തിനായി നമുക്ക് വീണ്ടും നേർച്ച വസ്തുക്കളെ ഈശോയ്ക്ക് സമർപ്പിച്ച് അമ്മയോട് മധ്യസ്ഥം വഹിച്ച് ഇതിനെ ആശീർവദിച്ചെടുക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. ശാസ്ത്രപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞാൻ കർത്താവിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അവിടുത്തെ പിറന്ന വിദേശാത്തോസ് നഗരത്തിലുള്ള സജ്ജനായി മരിച്ചിടക്കണ്ട പതാളത്തെ ഇറങ്ങി മരിച്ചിലെ 3-ാം ദിനം സുഖത്തിലേക്ക് നള്ളി സർവശക്തൻ പിതാവായിട്ട് പ്രതികരിക്കുന്നതിനെ വെച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഉടമ്പടിയിൽ സമർപ്പിച്ചുള്ള നിയോഗങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, കടൽ കായൽ മാർഗങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയും അവരുടെ വള്ളങ്ങളെയും വഞ്ചികളെയും ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മടക്ക യാത്രയെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ദൈവിക സംരക്ഷണം നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.